പലസ്തീൻ വിഷയത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ നിലപാടാണ് മഹാത്മാഗാന്ധി സ്വീകരിച്ചിരുന്നത്. 1938-ൽ ഹരിജൻ മാസികയിൽ അദ്ദേഹം പലസ്തീനെക്കുറിച്ച് എഴുതിയ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയോ, ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് എങ്ങനെയോ, അതുപോലെ പലസ്തീൻ അറബികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടീഷ് തോക്കുകളുടെ ബയനറ്റ് സഹായത്തോടെ ജൂതന്മാർ പലസ്തീനിൽ കുടിയേറുന്നതിനെ ഗാന്ധിജി എതിർത്തു. അറബികളുടെ നല്ല മനസ്സുകൊണ്ടുവേണം ജൂതന്മാർക്ക് അവിടെ താമസിക്കാൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അറബികളുടെ സമ്മതമില്ലാതെ പലസ്തീനിൽ ജൂതരാഷ്ട്രം അടിച്ചേൽപ്പിക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. ഇത് അന്യായവും മനുഷ്യത്വരഹിതവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. യൂറോപ്പിൽ ജൂതന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ഗാന്ധിജിക്ക് സഹതാപമുണ്ടായിരുന്നു. എങ്കിലും ജൂതന്മാർക്ക് സുരക്ഷിതമായൊരു നാട് വേണമെന്ന പേരിൽ മറ്റൊരു ജനതയുടെ, അതായത് അറബികളുടെ മണ്ണിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം നിലപാടെടുത്തു. പലസ്തീനിലെ അറബികൾ തങ്ങളുടെ രാജ്യത്തിനു മേലുള്ള അനധികൃത കയ്യേറ്റത്തെ അഹിംസാലയത്തിലൂടെ, അതായത് നോൺ വയലൻസിലൂടെ നേരിടണമായിരുന്നു എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ പലസ്തീനികളുടെ ജന്മാവകാശത്തിനൊപ്പമായിരുന്നു ഗാന്ധിജി എന്നും ജൂതരാഷ്ട്രമെന്ന സയോണിസ്റ്റ് ആശയത്തോട് അദ്ദേഹം വിയോജിച്ചിരുന്നുവെന്നും ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭാ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു.